പയ്യാമ്പലത്തെ കാറ്റിൽ നിന്ന് സുഗന്ധമേറുകയാണ് തീർച്ചയായും. കാരണം അറബിക്കടലിന്റെ റാണി ഇന്ന് കണ്ണൂര് വിരുന്നെത്തുന്നു. ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ ആരാധകരെ ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുകയാണ് സൂപ്പർ ലീഗ് കേരളയുടെ 23-ാം മത്സര ദിവസത്തിലേക്ക്. ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ദ മാച്ച് ഈസ് ബിറ്റ്വീൻ കണ്ണൂർ വാരിയേഴ്സ് FC ആൻഡ് ഫോർസ കൊച്ചി FC. കമന്ററി ബോക്സിൽ ഞാൻ ശ്രീനാഥ് മധുകുമാർ മടങ്ങിയെത്തുകയാണ്. അലോങ് സൈഡ് വിത്ത് മീ കോച്ച്, കമന്റേറ്റർ ആൻഡ് പോളിമാത്ത് ബിനീഷ് കിരൺ. സ്വാഗതം ബിനീഷ് ചേട്ടാ. താങ്ക് യു ശ്രീനാഥ്. സൂപ്പർ ലീഗ് കേരളയിലെ 23-ാം മത്സര ദിവസത്തിലേക്ക് ഒരിക്കൽ കൂടി ലോകമെമ്പാടുമുള്ള എല്ലാ കേരള ഫുട്ബോൾ, മലയാളി ഫുട്ബോൾ ആരാധകരെയും സ്വാഗതം ചെയ്യുന്നു. കമന്ററി ബോക്സിൽ ഞാൻ ശ്രീനാഥ് മധുകുമാർ, അലോങ് സൈഡ് വിത്ത് മീ ലെജൻഡ് ബിനീഷ് കിരൺ. യെസ് ശ്രീനാഥ്, ഇന്നത്തെ മത്സരത്തിൽ വെള്ള ജേഴ്സിയിലാണ് ഫോർസ കൊച്ചി ഉള്ളത്. നമ്മുടെ സ്ക്രീനിൻ്റെ ഇടത്തു നിന്നും വലതുവശത്തേക്കാണ് ഫോർസ കൊച്ചി മുന്നേറ്റം നടത്തുന്നത്. ഫോർസ കൊച്ചി വലത് ഫ്ലാങ്കിൽ വാൻ കെസൽ അവിടെ നിന്ന് നേരെ ഇൻസൈഡിലേക്ക് ഒരു ബ്യൂട്ടിഫുൾ ഡെലിവറി ഇൻസൈഡിലേക്ക് വരുന്നു. പക്ഷേ അത് കൃത്യമായി ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിക്കാതെ പോകുന്നു. ആ ഒരു വിങ് ഏരിയ തീർച്ചയായും നല്ല കളർഫുൾ ആകും, നല്ല ഫ്രൂട്ട്ഫുൾ ആയി തന്നെ ഈ ഒരു മത്സരത്തിൽ തീർച്ചയായും അവരെ സഹായിക്കുമെന്നുള്ളൊരു ശുഭ പ്രതീക്ഷയാണ്. വീണ്ടും ആഡ്രിയാൻ സെർഡിനാറോ ഇൻസൈഡിലേക്ക് നല്ലൊരു ഡെലിവറി ഓപ്പർച്യൂണിറ്റി. കണ്ണൂർ വാരിയേഴ്സ് മത്സരത്തിലേക്ക് കടന്നു വരുന്നു. ആൻഡ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിഥികളെ സൽക്കരിക്കുക എന്നതാണ്. ഇവിടെ കണ്ണൂരിലേക്ക് അതിഥിയായി കടന്നു വന്ന ഫോർസ കൊച്ചിയെ ഗോൾ കൊണ്ട് സൽക്കരിക്കുന്നു ആദ്യ മിനിറ്റുകളിൽ തന്നെ. ഇറ്റ്സ് കണ്ണൂർ വാരിയേഴ്സ് FC 1 ആൻഡ് ഫോർസ കൊച്ചി FC 0. വാൻ കെസൽ പന്തുമായി സ്ക്വയർ ചെയ്യുന്നു. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഫോർ ഫോർസ കൊച്ചി. ഷോട്ട് വരുന്നു ആൻഡോ ബ്യൂട്ടിഫുൾ. ചെറിയ വ്യത്യാസത്തിലാണ് BK അത് പുറത്തേക്ക്. ഫോർസ കൊച്ചി എന്തായാലും ഒരു സെറ്റ് പീസ് സിറ്റുവേഷൻ ആണ് കറന്റ്ലി വീണ് കിട്ടുന്നത്. കൃത്യമായി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു സെറ്റ് പീസ്. കോർണർ ഇൻ ടു ദ പെനാൽറ്റി ഏരിയ ആൻഡ് ഫോർസ കൊച്ചി തിരിച്ചു വരുന്നു. ഓ മൈ ഗുഡ്നസ്, ഏറ്റവും മികച്ചൊരു ഗോളിലേക്ക്, ഏറ്റവും മികച്ചൊരു സമനില ഗോളിലേക്ക് സജീഷ് എത്തുമ്പോൾ പയ്യാമ്പലത്തെ കാറ്റിന് വീണ്ടും വേഗമേറുകയാണ്. ഏറ്റവും മികച്ച രീതിയിൽ വീണ്ടും സജീഷ് അദ്ദേഹത്തിന്റെ ഈ ടൂർണമെന്റിലെ മറ്റൊരു ഗോൾ കൂടി കണ്ടെത്തിക്കൊണ്ട് മുന്നിലേക്ക് എത്തിക്കുകയാണ് തീർച്ചയായും ഫോർസ കൊച്ചിയുടെ പ്രതീക്ഷകളെ. കാർപ്പറ്റ് ക്രോസിന് വേണ്ടിയുള്ള ശ്രമം വീണ്ടും അവിടെ നിജോ ഗിൽബർട്ട്. ബ്യൂട്ടിഫുൾ. എന്നാൽ ഒന്നാം തരം ഒരു ഹെഡർ വീണ്ടും വരുന്നു. പക്ഷേ BK അൺഫോർച്ചുനേറ്റ്. കണ്ണൂർ വാരിയേഴ്സ് FC കറന്റ്ലി ഒരു 1-1 സമനിലയിലാണ്. വീണ്ടും ഇൻസൈഡിലേക്ക് നല്ലൊരു ഡെലിവറി. പക്ഷേ ഫാർ എൻഡിൽ ആ പന്ത് അറ്റൻഡ് ചെയ്യാൻ പോലും മറ്റു താരങ്ങൾക്ക് സാധിക്കാത്ത രീതിയിലുള്ളൊരു ഡെലിവറിയാണ്. എന്തായാലും ഇൻസൈഡിലേക്ക് വീണ്ടും ആ ബോളുമായി കയറുന്നു. എക്സലന്റ്. ഫോർസ കൊച്ചി FC വീണ്ടും നിജോ ഗിൽബർട്ടിന്റെ മധുര മനോഹരമായ ഗോളോടുകൂടി മുന്നിലേക്ക് എത്തുന്ന ഒരു കാഴ്ച. ഇത് സൂപ്പർ ലീഗ് കേരളയിലെ പുതുചരിത്രമാകാനുള്ള സാധ്യത. ആൻഡ് സൂപ്പർ ലീഗിൽ ഇത് നമ്മൾ അധികം കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ്. പിന്നിൽ നിന്ന ശേഷം മുന്നിലേക്ക് വരുന്ന ഫോർസ കൊച്ചി FC. ആൻഡ് ഇറ്റ്സ് ഫോർസ കൊച്ചി FC 2 കണ്ണൂർ വാരിയേഴ്സ് FC 1. മനോജ് വിത്ത് ദ ബോൾ. മനോജിന്റെ ഒരു ഡയഗണൽ പാസ് ടു ലൗസാംബ. ബാക്ക് ടു മനോജ്. ഒരു 1-2 ഇൻസൈഡിലേക്ക്. ബ്യൂട്ടിഫുൾ. എക്സലന്റ് ഡിഫെൻഡിങ്. അവിടെ മാനുവൽ സാഞ്ചസ് മൊറിയാസ് വരുന്നുണ്ട്. എസ്പെഷ്യലി അസീർ ഗോമസിനെ കളിക്കളത്തിലേക്ക് കിട്ടിയാൽ പേഴ്സണലി ഞാൻ ഹാപ്പിയാണ്. കുറച്ചുകൂടി നല്ല ഫുട്ബോൾ കാണാം. അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ദാറ്റ് വിൽ ബി റിയലി അമേസിങ്. പെനാൽറ്റി ഏരിയയിലേക്ക് കടന്നു കയറ്റത്തിനുള്ള ശ്രമത്തിനിടയിലായിരുന്നു. പക്ഷേ എന്തായാലും ഒന്നാം പകുതി അവസാനിക്കുമ്പോൾ 1-2 എന്ന സ്കോർ നിലയിലാണ് ഇവിടെ പയ്യാമ്പലത്തെ കാറ്റ് വന്നു നിൽക്കുന്നത്. അറബിക്കടലിന്റെ റാണി ഇവിടെ അതിഥിയായി വന്നെങ്കിലും അവർക്ക് 2 ഗോളുകൾ നേടി ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവരുടെ താരങ്ങൾ അവരെ കൊണ്ടെത്തിക്കുന്നു. 1-നെതിരെ 2 ഗോളുകൾക്ക് ഫോർസ കൊച്ചി കണ്ണൂർ വാരിയേഴ്സിനോട് മുന്നിട്ട് നിൽക്കുന്നു. സെക്കൻഡ് ഹാഫിലേക്ക്, രണ്ടാം പകുതിയുടെ മധുര മനോഹരമായ മറ്റു മൊമെന്റുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫോർസ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോളിന്റെ നല്ല ലീഡിലാണ് കറന്റ്ലി ഇപ്പോൾ ഉള്ളത്. ആൻഡ് കണ്ണൂർ വാരിയേഴ്സിന് ആ ഒരു ഗോള് തിരിച്ചടിച്ച് സമനിലയിലേക്ക് മത്സരം എത്തിച്ചേ തീരൂ. അവരുടെ ഹോം ആരാധകർക്ക് മുന്നിൽ അവർക്ക് കുറച്ച് സന്തോഷിക്കാൻ, അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ ഒരു ഗോളിനി അനിവാര്യമാണ്. നേരെ മറുപുറത്തേക്ക് നല്ലൊരു കൗണ്ടർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിജോ ഗിൽബർട്ട് ഷോട്ട് വരുന്നു. നിജോ ഗിൽബർട്ട് കൊച്ചി വീണ്ടും മുന്നിലേക്ക്. കൊച്ചിയുടെ മധുര മനോഹരമായ
ജൈത്രയാത്ര വീണ്ടും ഇവിടെ മുന്നിലേക്ക് തന്നെ. ഇറ്റ്സ് ഫോർസ കൊച്ചി FC 3 and കണ്ണൂർ വാരിയേഴ്സ് FC 1. സർപ്രൈസിംഗ്ലി ഇറ്റ്സ് അഗൈൻ ഫോർസ കൊച്ചി രണ്ടാം പകുതിയിലെ ആദ്യ ഗോൾ നേടുന്നു. 3-1 എന്നൊരു സ്കോർ ലൈനിൽ ഫോർസ കൊച്ചി ലീഡിംഗ് ബൈ 2 ഗോൾ. ഫോർസ കൊച്ചി പെനാൽറ്റി ഏരിയയിലേക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. 2 മിസ്റ്റച്ചുകൾ. ലോങ് ബോളുകളുടെ കാര്യത്തിൽ ഈ പന്ത് ഉരുളുന്ന കാര്യത്തിൽ വളരെ പുറകിലേക്കാണ്. വീണ്ടും അബ്ദുൽ കരീം സാം, ലുക്ക് അറ്റ് ദാറ്റ്. വീണ്ടും നല്ലൊരു മുന്നേറ്റം. ജെയ്മി ജോയ് പെനാൽറ്റി ഏരിയയ്ക്ക് പുറത്തേക്ക് വന്ന് ഓൾമോസ്റ്റ് ആ ബോൾ പിടിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതെന്തായാലും ഒരു ഫ്രീ കിക്ക് ആവാനുള്ള സാധ്യതയുള്ളൂ. ജെയ്മിക്ക് പോസിബിളി ഒരു കാർഡിനുള്ള സാധ്യതയുമുണ്ട്. മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു നല്ല അവസരമാണ് കണ്ണൂർ വാരിയേഴ്സ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ. വീണ്ടും ഗോൾ കീപ്പറുടെ ഇടതുവശം എന്ന് പറഞ്ഞ് നിർത്തിയില്ല. ഗോൾ കീപ്പറുടെ ഇടതുവശത്തേക്ക് വിത്ത് സ്ലൈറ്റ് ഡിഫ്ലക്ഷൻ ഐ തിങ്ക് സോ. സ്ക്വയർ പാസ് ഫോർസ കൊച്ചി FC. നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ഓപ്പണിംഗ് ആൻഡ് ഉബൈദ് CK നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഫോർസ കൊച്ചി FC ഇവിടെ ഗോൾ മഴ തീർക്കുന്ന കാഴ്ച. ഒരു ഗോൾ മഴ തീർക്കുന്ന കാഴ്ചയാണ് ഫോർസ കൊച്ചി. ആൻഡ് പയ്യാമ്പലത്ത് കൊടുങ്കാറ്റ് വീശിയടിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. കാരണം അറബിക്കടലിന്റെ റാണി ഇവിടെ വിരുന്നെത്തിയത് ഒരു ഗോൾ മഴ കൊണ്ടാണ്. 4-1 എന്ന സ്കോർ നിലയിലേക്ക് മത്സരം എത്തിക്കുന്നു. ഇറ്റ്സ് ഫോർസ കൊച്ചി FC 4 ആൻഡ് കണ്ണൂർ വാരിയേഴ്സ് FC 1. നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ഓപ്പണിംഗ് ആണ് ഇവിടെ. ചെറിയൊരു ക്ലംസി ടച്ച് അവിടെ ഡിഫൻസിന്റെ ഭാഗത്ത് നിന്ന്. പക്ഷേ അവിടെ വിസിൽ വരികയാണ്, അവിടെ ഓഫ് സൈഡിന്റെ കോള് വരികയാണ്. എന്തായാലും താൽക്കാലികമായി ഒന്ന് രക്ഷപ്പെട്ട് പോകുന്നു എന്ന് പറയാം BK. അത് വളരെ ക്ലംസി ആയ ഒരു ടച്ച് ആയിരുന്നു ഡിഫൻസിന്റെ ഭാഗത്ത് നിന്ന്. ഗോകുലിന്റെ ഷോട്ട് വരുന്നു. ഗോകുൽ ബ്യൂട്ടിഫുൾ. ഗോകുലിന്റെ ഷോട്ട് സൈഡ് നെറ്റിംഗ് ആയി മാത്രം അവസാനിക്കുന്നു. ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഗോകുൽ പന്തുമായി മുന്നിലേക്ക് ഓടിയത്, ഡയഗണലി ഓടിയത്. ഈ ഒരു ടൂർണമെന്റിലെ അവസാന മത്സരങ്ങളിലേക്ക് അടുക്കുമ്പോൾ ഈ ഒരു മത്സരത്തിൽ തീർച്ചയായും അവരുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ, ആ ഒരു ഡിഫൻസിന്റെ ഫുൾ പൊട്ടൻഷ്യൽ അവർ ഇപ്പോൾ ഷോക്കേസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് BK കാണുന്നത്. ജെയ്മി അവസാന ടച്ച് ജെയ്മിയുടെയാണ് ഈ മത്സരത്തിൽ. And that's full time here at Jawahar Municipal Stadium, Kannur. ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയം കണ്ണൂരിൽ ഇവിടെ അതിഥികളെ സൽക്കരിച്ചു വിടുന്ന കാര്യത്തിൽ കണ്ണൂർ തീർച്ചയായും ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ്. പക്ഷേ ഇത്തവണ സൽക്കാരം അതിഥികളുടെ ഭാഗത്തു നിന്നായി പോകുന്നു. ഇറ്റ്സ് കണ്ണൂർ വാരിയേഴ്സ് FC 1 ഫോർസ കൊച്ചി FC 4. സുന്ദര പോരാട്ടം, ഒരു മധുര മനോഹര പോരാട്ടം. ഈ വെന്യൂയിൽ മഴയ്ക്കൊപ്പം ഗോൾ മഴ കൂടി കണ്ടെത്തിക്കൊണ്ട് കാത്തിരുന്നൊരു വിജയത്തിലേക്ക്, കാത്തിരുന്നൊരു റിസൾട്ടിലേക്ക് ഫോർസ കൊച്ചി FC എത്തുന്നു.